മൂവ്മെന്റ് സ്പീഡിലാവേ എന്ത് ഫ്രീ ഫയറില്ല. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടോപ്പ് 3 ബെസ്റ്റ് മൂവ്മെന്റ് സ്പീഡ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് സ്പീഡ് ഒക്കെ യൂസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ചില്ല് മൂഡായിരിക്കും നിങ്ങൾ ഗെയിം പ്ലേ. മൂന്ന് ടൈപ്പ് മൂവ്മെന്റ് സ്പീഡ് ആണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു മൂന്ന് ടൈപ്പ് മൂവ്മെന്റ് സ്പീഡും അത്രമേൽ അടിപൊളി തന്നെയാണ്. ഒരു പ്ലെയറിന് മൂവ്മെന്റ് സ്പീഡ് ആക്യുറസി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട അടിപൊളിയാവുന്നതാണ് ആ ഒരു ഗെയിം പ്ലേ. അപ്പൊ മൂവ്മെന്റ് സ്പീഡ് നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ഉള്ള സംഭവമാണ്. നിങ്ങൾ കസ്റ്റമർ കളിക്കുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ മൂവ്മെന്റ് സ്പീഡ് കിട്ടാൻ പറ്റിയ മൂവ്മെന്റ് സ്പീഡാണ് ഞാൻ പറയാൻ വന്നത്. ഫസ്റ്റ് ആണ് സിഗ്സാഗ് മൂവ്മെന്റ് സ്പീഡ്. ഇനി നമുക്ക് പെർഫെക്റ്റ്ലി സിഗ്സാഗ് മൂവ്മെന്റ് യൂസ് ചെയ്യാൻ നോക്കിയാലോ. ആദ്യമേ ഇങ്ങനെ മൂവ്മെന്റ് സ്പീഡ് ചെയ്യാതിരിക്കുക. സോ ഇങ്ങനെ ചെയ്താൽ എന്റെ വ്യൂ ഇങ്ങനെ ആയിരിക്കും. ഓ ഇവൻക്ക് റേഞ്ചില്ലല്ലോ, എന്തായാലും മുതലാക്കാതി. ഇവന്റെ ഏത് സിമ്മാണ് റേഞ്ചിലെ സിം ഇട്ടൂടെ ഇവൻക്ക്. ഇങ്ങനെയാണ് ഒട്ടുമിക്ക പ്ലേയേഴ്സിൽ മൂവ്മെന്റ് സ്പീഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. സോ നിന്നോടത്ത് നിന്നും സ്റ്റക്കായി നിൽക്കുന്നതാണ്. ചിലപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവും, അപ്പൊ തന്നെ അത് പോവും ചെയ്യും, കാര്യമില്ല. അപ്പൊ എങ്ങനെ പെർഫെക്റ്റ് ചെയ്യാന്ന് വെച്ചാല് ഇതുപോലെ മെല്ലെ നിങ്ങൾ സ്ലോലി ചെയ്യുക. അത് പെർഫെക്റ്റ് ആയെന്ന് വെച്ചാല് നിങ്ങളെ സ്ക്രീനിൽ തന്നെ നിങ്ങൾ മര്യാദക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. 360 ഡിഗ്രി റൊട്ടേഷൻ ആവുന്നതാണ്. എന്നാൽ മാത്രം പെർഫെക്റ്റ് ആവും. അപ്പൊ എനിമിന്റെ വ്യൂ കൂടി നോക്കിയാലോ. എങ്ങനെ ചെയ്യാന്ന് മനസ്സിലായില്ലേ? സിഗ്സാഗ് എന്ന മൂവ്മെന്റ് സ്പീഡ് നൈസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ലോയിലാക്കി ചെയ്ത അടിപൊളിയാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഗെയിം പ്ലേയോ നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് ക്യാമറ മൂവ്മെന്റ്. ഇതൊരു അടിപൊളി മൂവ്മെന്റ് ആണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇമോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാമറയുടെ റൈറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിലുള്ള പല ആംഗിൾക്കും സ്പീഡ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഫസ്റ്റ് ഉള്ളതും ലാസ്റ്റ് ഉള്ളതും അടുപ്പിച്ച് ക്ലിക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല മൂവ്മെന്റ് കിട്ടുന്നതാണ്. സോ എനിമിന്റെ വ്യൂ ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് ജോയ്സ്റ്റിക് മൂവ്മെന്റ്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സോ ഈ ഒരു കാണുന്ന പോലെയാണ് മൂവ്മെന്റ് ഉണ്ടാവുക. ആദ്യമേ നിങ്ങൾ എടുക്കേണ്ടത് സെറ്റിംഗ്സ് ഇടുക, എന്നിട്ട് കൺട്രോളിൽ പോവുക, എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് അവിടെ റൺ മോഡ് ഉണ്ടാവും. അവിടെ നിങ്ങൾ മിക്സ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇടയ്ക്കൊക്കെ റീസ്റ്റാർ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. ഇതൊരു നൈസ് മൂവ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക. ഫൈനലി അവസാനത്തെ മൂവ്മെന്റ് ആണ് റീസ്റ്റാർ യൂസ് ചെയ്തൊരു മൂവ്മെന്റ് ആണിത്. സോ ഈ ഒരു മൂവ്മെന്റിന്റെ പേരാണ് സ്ക്രീൻ ലാഗ് മൂവ്മെന്റ്. 4 വർഷം മുൻപാണ് ഫസ്റ്റ് ടൈം റീസ്റ്റാർ ഈ ഒരു മൂവ്മെന്റ് ചെയ്തത്. ഗ്യാൻ ഗെയിമിന്റെ ലൈവ് സ്ട്രീമിനായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ചെയ്തത്. സോ ആ ഒരു മൂവ്മെന്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു മൂവ്മെന്റ് അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് അത് റീസ്റ്റാറിനോട് തന്നെ ചോദിക്കേണ്ടി വരും. സോ അത് റീസ്റ്റാർക്ക് മാത്രമേ ആ ഒരു മൂവ്മെന്റ് എങ്ങനെ ചെയ്തതെന്ന് അറിയാം. ഇതുവരെയായിട്ട് റീസ്റ്റാർ മാത്രമാണ് ആ ഒരു മൂവ്മെന്റ് ചെയ്തത്. ഗ്യാൻ ഗെയിമിങ്ങിന്റെ PC വരെ ലാഗാക്കിയ മൂവ്മെന്റ് ആണ്. അപ്പൊ മറ്റേ ഇത്രയുള്ള വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ്. അപ്പൊ ഞാൻ പോവുകയാണെങ്കിൽ